There is a vast variety of objects everywhere. നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് നോക്കാം. എന്താണ്? ദർ ഈസ് എ വാസ്റ്റ് വെറൈറ്റി ഓഫ് ഒബ്ജക്റ്റ്. നമ്മുടെ ചുറ്റും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ, പല ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ്, പല വസ്തുക്കൾ വെച്ച് ഉണ്ടായിരിക്കുന്ന പല ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. സെക്കൻഡ് പോയിൻ്റ് നോക്കാം. ഓൾ ഒബ്ജക്ട്സ് അറൗണ്ട് എസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് വൺ ഓർ മോർ മെറ്റീരിയൽ. ചിലപ്പോൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, മിക്കതും ചിലപ്പോൾ ഒരു മെറ്റീരിയൽ കൊണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മിക്സ് ചെയ്തുണ്ടാവുന്നുണ്ടാവും. ഓക്കെ, എ തിങ് ക്യാൻ ബി മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ. ഒരു വസ്തു തന്നെ പല മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് ഒരു വസ്തു തന്നെ പല മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാകുന്നത്? ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ അടുക്കളയിലുള്ള പാത്രങ്ങൾ ചിലപ്പോൾ എന്തായിരിക്കും, മെറ്റലിൻ്റെ കുറേ പാത്രങ്ങളുണ്ടാവും, അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടാവും, അതേപോലെ ചിലപ്പോൾ ഗ്ലാസിൻ്റെ കുറേ പാത്രങ്ങളുണ്ടാവും. അപ്പോൾ എന്താണ്, ഒരു സെയിം യൂസ് അല്ലേ, എല്ലാവരും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫുഡ് കണ്ടെയ്ൻ ചെയ്യാനാണ് എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെയിം യൂസും, പക്ഷേ എന്താണ്, മെറ്റീരിയൽസാണ് ഡിഫറെൻ്റായി വന്നുള്ളൂ. ഓക്കെ, മെനി തിങ്സ് ക്യാൻ ബി മെയ്ഡ് ഫ്രം സെയിം മെറ്റീരിയൽ. പല വസ്തുക്കളും എന്താണ്, സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പ്ലാസ്റ്റിക്കിൻ്റെ എത്ര വസ്തുക്കൾ നമുക്കറിയാം? ടോയ്സ്, വെസൽസ്, പിന്നെന്താണ്, ബോക്സസ്, കണ്ടെയ്നേഴ്സ്. സെയിം മെറ്റീരിയലാണ്, പക്ഷേ പല പല വെറൈറ്റി ഓഫ് തിങ്സ് ആണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ. The process of sorting and grouping things according to some basics is called classification. So classification എന്താണെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്യുക. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്ട്സിന് സെയിം പ്രോപ്പർട്ടിയും സെയിം യൂസും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ സെയിം കളറും എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെക്കും. സം ബേസിക് എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യണേനാണ് എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് റെഡ് കളർ ഓക്കെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് റെഡ് കളറും ഉണ്ട്, ഡോട്ട്സ് ഉണ്ട്, ബ്ലാക്ക് കളർ ഡോട്ട്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ക്ലാസിഫൈ ചെയ്യാൻ പറയണേ, റെഡ് കളറിനെ ഒരു ഗ്രൂപ്പ് ആക്കാം, ബ്ലാക്ക് കളറിനെ ഒരു ഗ്രൂപ്പ് ആക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ റെഡിനെയും ബ്ലാക്കിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഒറ്റ ഗ്രൂപ്പ് ആക്കണം. റെഡിനെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കണം, അതേപോലെ തന്നെ എന്ത് ചെയ്യണം, ബ്ലാക്കിനെയും ഇങ്ങനെ ഗ്രൂപ്പ് ആക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് ക്ലാസിഫിക്കേഷൻ. ഇത് എന്തിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്? ഓക്കെ, അപ്പോൾ ഇത് എന്തിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്? നമ്മൾ കളർ കൊണ്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, സോ നമ്മൾ ഇപ്പോൾ ചെയ്ത ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിലാണ്? നമ്മൾ കളർ വെച്ചാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എടുത്തത് നോക്കിയേ, ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബിഗ് സർക്കിൾസും ഉണ്ട്, കുറച്ച് സ്മോൾ സർക്കിൾസും ഉണ്ട്. സോ എന്നോട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ബിഗ് ഏതാണ്, സ്മോൾ ഏതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ബിഗ് ഉള്ളതിനൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കണം, അതേപോലെ സ്മോൾ ഉള്ളതിനൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കണം. ഓക്കെ, ഇത് എന്തിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്? ബേസിസ് ഓഫ് സൈസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ. ഇനിയിപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് ആണെങ്കിൽ എന്ത് പറയും, കുറേ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ ഒബ്ജക്ട്സ് വന്നിട്ടുണ്ട്, കുറേ കോട്ടൻ്റെ കുറച്ച് ഒബ്ജക്ട്സ് വന്നിട്ടുണ്ട്. സോ നമ്മളടുത്ത് ക്ലാസിഫൈ ചെയ്യാൻ പറയുന്നത് പ്ലാസ്റ്റിക് ഒരു ക്ലാസിഫിക്കേഷൻ, കോട്ടൺ ഒരു ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒബ്ജക്ട്സിനൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കി വെക്കുക, കോട്ടൻ്റെ ഒബ്ജക്ട്സിനൊക്കെ ഒരു ഗ്രൂപ്പ് ആക്കി വെക്കുക. അതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് വിചാരിച്ചത്. ദ പ്രോസസ് ഓഫ് സോർട്ടിംഗ് തിങ്സ് ആൻഡ് ഗ്രൂപ്പിംഗ് തിങ്സ് അക്കോർഡിംഗ് ടു സം ബേസിസ് ഇസ് കോൾഡ് ക്ലാസിഫിക്കേഷൻ. പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ്. We can group materials on the basis of similarities, difference in their properties. Each material have its own property that may differ from other. Some properties may be common to all or some materials. ഓക്കെ, എന്താണ് അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ കണ്ട 3 എക്സാമ്പിൾസിലും നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് ചെയ്തത് എന്തിൻ്റെ ബേസിസിലാണ്? കളറിൻ്റെ ബേസിസിലാണ്. റെഡും ബ്ലാക്കും ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്തത്. അടുത്തത് എന്താ ചെയ്തത്? നമ്മൾ സൈസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്തത്. അടുത്തത് എന്താ ചെയ്തത്? മെറ്റീരിയലിൻ്റെ ബേസിസിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത എക്സാമ്പിൾ കണ്ടു. അപ്പോൾ ചിലതിനൊക്കെ എന്തായിരിക്കും, ചിലവർക്ക് ചില സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ചില ഒബ്ജക്ട്സിന് എന്തായിരിക്കും സിമിലർ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ചില സിമിലാരിറ്റീസ് ഉണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. ഈ സിമിലാരിറ്റീസും ഡിഫറൻസും കണ്ടെങ്കിൽ മാത്രമാണ് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ.
അതേപോലെ തന്നെ ഓരോ മെറ്റീരിയലിനും അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർട്ടീസും ഉണ്ട്. ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കുന്ന പല പല പ്രോപ്പർട്ടീസ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഓരോ ഒബ്ജക്ട്സിനെയും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നത്. അത് അങ്ങനെയാണ് നമുക്ക് എന്താണ്, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഇത് കോട്ടൻ്റെ ഗ്രൂപ്പാണ്, റെഡാണ്, ബ്ലാക്ക് ആണെന്ന് നമുക്ക് ഗ്രൂപ്പ് ചെയ്ത് സോർട്ട് ചെയ്യാൻ പറ്റുന്നത്. മെറ്റീരിയൽ ഡിപ്പെൻഡ് ഓൺ ദ പ്രോപ്പർട്ടി ആൻഡ് പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഹാസ് ടു ബി യൂസ്. ഓക്കെ, നമ്മൾ ഒരു ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടിയാണ് നോക്കുന്നത്. ഇതെന്തിനാണ് നമുക്ക് ആവശ്യം അല്ലേ? ഓരോ മെറ്റീരിയലിനും ഓരോ ടൈപ്പ് പ്രോപ്പർട്ടിയാണ്. എക്സാമ്പിൾ എന്താണെന്ന് നോക്കിയേ. ഇപ്പോൾ നമുക്ക് കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കാൻ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് മിക്കവാറും പ്ലാസ്റ്റിക്, ഗ്ലാസ് അല്ലെങ്കിൽ മെറ്റൽസ്. സോ നമ്മളിപ്പോൾ എടുക്കുകയാണ്, കോട്ടൺ വെച്ച് നമ്മൾ ഒരു കണ്ടെയ്നർ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ഫാബ്രിക് വെച്ച് നമ്മൾ കണ്ടെയ്നർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിനെ നമുക്ക് കണ്ടെയ്നർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, അതിനുള്ള പ്രോപ്പർട്ടി ഒന്നുമില്ല. കാരണം എന്താണ്, ഫൈബറിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ കോട്ടൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടാൽ എന്ത് പറ്റും, അതിപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എന്ത് പറ്റും, താഴേക്ക് തന്നെ വീണു. അപ്പോൾ അതിന് കണ്ടെയ്ൻ ചെയ്യാനുള്ള ആ പ്രോപ്പർട്ടി ആ കോട്ടൺ തുണിക്കോ ഇല്ല. അപ്പോൾ നമ്മൾ അതിന് ഒരിക്കലും എന്താണ് കണ്ടെയ്നേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യത്തില്ല. അതിന് പകരം നമ്മൾ എന്ത് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്, പ്ലാസ്റ്റിക്, ഗ്ലാസ് അല്ലെങ്കിൽ മെറ്റൽസ്. അതിനൊക്കെ എന്തുണ്ട്, ഓരോ ഒബ്ജക്റ്റിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ഒബ്ജക്ട്സിൻ്റെയും പർപ്പസിനെ ഡിപ്പെൻഡ് ചെയ്ത് വേണം മെറ്റീരിയൽ ഡിപ്പെൻഡ് ഓൺ ദ പ്രോപ്പർട്ടീസ് ആൻഡ് പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് ടു ബി യൂസ്ഡ്. എന്തിനു വേണ്ടിയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനായിട്ടുള്ള പ്രോപ്പർട്ടീസ് ആ മെറ്റീരിയലിന് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓരോ ഒബ്ജക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ മെറ്റീരിയൽസ് നമ്മൾ ചൂസ് ചെയ്യത്തുള്ളൂ. സോ മെറ്റൽസ് ഹാവ് ലസ്റ്റർ വൈൽ നോൺ മെറ്റൽസ് ജനറലി ഹാവ് നോൺ ലസ്റ്റർ. എന്താണ് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് എന്താണ് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഷൈൻ ചെയ്യാനുള്ളൊരു പ്രോപ്പർട്ടിയാണ് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ. മെറ്റൽസിന് എന്താണ് മിക്കവാറും നല്ല ഷൈൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവും. പക്ഷേ നോൺ മെറ്റൽസിന് എന്തുണ്ടാ ഷൈൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഇല്ല. ഹാർഡ്നെസ് ആൻഡ് സോഫ്റ്റ്നെസ്. സോ നമുക്ക് നോക്കാം ഫസ്റ്റ് സോഫ്റ്റ്നെസ് എന്താണ്. മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി പ്രസ്ഡ് ഈസിലി ആർ കോൾഡ് സോഫ്റ്റ്. ഈസി ആയിട്ട് പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്ട്സിന് എന്ത് പറയാൻ പറ്റും, സോഫ്റ്റ് ആണ്. ആ മെറ്റീരിയൽസൊക്കെ സോഫ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എക്സാമ്പിൾ എന്താണ്, കോട്ടൺ ഈസ് സോഫ്റ്റ്. നെക്സ്റ്റ് ഹാർഡ്നെസ് എന്താണെന്ന് നോക്കി. മെറ്റീരിയൽസ് വിച്ച് കനോട്ട് ബി പ്രസ്ഡ് ആർ കോൾഡ് ഹാർഡ്. ഒട്ടും പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒബ്ജക്ട്സിനെ എന്ത് വിളിക്കും, നമ്മൾ ഹാർഡ് എന്ന് വിളിക്കും. എക്സാമ്പിൾ എന്താണ്, വുഡ് ഈസ് ഹാർഡ്. സ്മൂത്ത് ആൻഡ് റഫ്. സ്മൂത്ത് സർഫസ് ഉണ്ട്, നമുക്ക് റഫ് സർഫസ് ഉണ്ട്. സ്മൂത്ത് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സം മെറ്റീരിയൽ ഫീൽ സ്മൂത്ത് വെൻ ഇറ്റ് ഈസ് ടച്ച് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത്നെസ്, നല്ല പ്ലെയിൻ സർഫസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്മൂത്ത് സർഫസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ എന്താണ്, മിറർ ആൻഡ് തിങ്സ് മെയ്ഡ് ഓഫ് മെറ്റൽ. നമ്മളിപ്പോൾ മിററിൻ്റെ പൊക്കത്ത് കൂടി ഇങ്ങനെ ഒന്ന് കൈ ഒരച്ച് നോക്കി എന്ത് പറ്റും, നമുക്ക് മനസ്സിലാവും നല്ല പ്ലെയിൻ ആയിട്ടുള്ള സർഫസാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു കുണ്ടും കുഴിയോ ഒന്നുമില്ല, നല്ല പ്ലെയിൻ സർഫസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. സം മെറ്റീരിയൽസ് ഫീൽ റഫ് വെൻ ടച്ച്ഡ് ഈസ് കോൾഡ് റഫ് സർഫസ്. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആകെ അവിടെ ഇവിടെയൊക്കെ റഫായിട്ട് എന്താണ് കുണ്ടും കുഴിയൊക്കെ പോലെ ഇരിക്കുന്ന സർഫസിന് എന്ത് വിളിക്കും, പല പോർഷനിലും പല ഷേപ്പായിരിക്കും റഫ് സർഫസിന്. എക്സാമ്പിൾ ഓക്കെ, ഇതൊരു മിറർ എന്താണ് എല്ലായിടത്തും മറ്റേതെങ്ങനെ ഓരോ സ്ഥലത്തും ഇതാണൊരു റഫ് സർഫസ് എന്ന് പറയുമ്പോൾ. എക്സാമ്പിൾ എ പീസ് ഓഫ് സ്റ്റോൺ. ഒരു സ്റ്റോൺ എടുക്കുകയാണെങ്കിൽ എന്താ സെയിം ഷേപ്പാണോ, അല്ല, എല്ലായിടത്തും പല ഷേപ്പാണ്, അതാണ് ഒരു റഫ് സർഫസ്. സോളിബിൾ ആൻഡ് ഇൻസോളിബിൾ സബ്സ്റ്റൻസ് ദാറ്റ് ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആർ കോൾഡ് സോളിബിൾ സബ്സ്റ്റൻസ്. വെള്ളത്തിൽ അലിഞ്ഞു ചേരാൻ കാപ്പബിലിറ്റി ഉള്ള സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും, സോളിബിൾ എന്ന് വിളിക്കാൻ പറ്റും. വെള്ളത്തിൽ സോളിബിൾ സൊല്യൂഷനായിട്ട് അലിഞ്ഞു ചേരും. ഇൻസോളിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, സബ്സ്റ്റൻസ് വിച്ച് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. വെള്ളത്തിലിട്ടാലും അലിഞ്ഞു പോവാത്ത സബ്സ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിക്കും, ഇൻസോളിബിൾ. ഇപ്പം നമ്മൾ ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് എടുത്താൽ വെള്ളത്തിലിട്ട് കലക്കി നോക്കി എന്ത് പറ്റും, കുറേ കഴിയുമ്പോൾ അതൊന്നും കാണില്ല, അതാണ് എന്ത്, സോളിബിൾ സബ്സ്റ്റൻസ്. ഇപ്പോൾ കുറച്ച് കല്ല് അല്ലെങ്കിൽ മണ്ണെടുത്തിട്ട് വെള്ളത്തിൽ കലക്കി വയ്ക്കുക, അത് അവിടെ തന്നെയല്ലേ കിടക്കുള്ളൂ, അത് വെള്ളത്തിൽ അലിയില്ല, അതിനെന്ത് വിളിക്കും, ഇൻസോളിബിൾ സബ്സ്റ്റൻസ് എന്ന് വിളിക്കും.
സോളിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ വാട്ടർ ഈസ് വെരി ലെസ്. ഗ്യാസ് അത്ര പെട്ടെന്നൊന്നും എന്താണ് വെള്ളത്തിൽ അലിഞ്ഞു ചേരത്തില്ല. നെക്സ്റ്റ്, ഓക്സിജൻ ഗ്യാസ് വിച്ച് ഡിസോൾവ് ഇൻ വാട്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സർവൈവൽ ആൻഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അക്വാറ്റിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഈ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കാരണം എന്താണ്, വെള്ളത്തിൻ്റെ ഉള്ളിൽ ഓക്സിജൻ കലർന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വെള്ളത്തിൽ കിടക്കുന്ന മീനുകൾക്കും അതേപോലെ തന്നെ വെള്ളത്തിൽ വളരുന്ന ചെടിക്കൊക്കെ എന്ത് സർവൈവ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കാൻ പറ്റുന്നത്. കാരണം എന്താണ്, വെള്ളത്തിൻ്റെ ഉള്ളിൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ട്. ഓക്കെ, മിസിബിൾ ആൻഡ് ഇമ്മിസിബിൾ, ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ഫസ്റ്റ് വൺ, മിസിബിൾ. മിസിബിൾ എന്താണെന്ന് നോക്കാം. ദോസ് സബ്സ്റ്റൻസ് വിച്ച് മിക്സ് വെൽ ഇൻ വാട്ടർ ആർ കോൾഡ് മിസിബിൾ. ഓക്കെ, വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് ഇപ്പോൾ നമ്മൾ ഇച്ചിരി ലൈം ജ്യൂസ് എടുക്കണം, ലൈമിൻ്റെ നീരെടുക്കണം, അതെടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് എന്താ വെള്ളവും ലൈമും കൂടി മിക്സ് ആവും. ആ ടൈപ്പ് ലിക്വിഡ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മിസിബിൾ ലിക്വിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇമ്മിസിബിൾ എന്താണെന്ന് നോക്കാം. സബ്സ്റ്റൻസ് വിച്ച് ഡു നോട്ട് മിക്സ് വെൽ വിത്ത് വാട്ടർ ആർ കോൾഡ് ഇമ്മിസിബിൾ. ഇപ്പം നമ്മൾ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ, കെറോസിൻ അല്ലെങ്കിൽ ഇച്ചിരി എണ്ണ ഇച്ചിരി വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ എന്ത് പറ്റും, എണ്ണയും വെള്ളവും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുള്ളൂ. അതാണ് ഇമ്മിസിബിൾ, വെള്ളമായിട്ട് മിക്സ് ആവത്തില്ല. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രമാത്രം നമുക്ക് കാണാൻ പറ്റും, ട്രാൻസ്ഫർ ആവും. ഓക്കെ, ഒപേക്ക് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെറ്റീരിയൽസ് ത്രൂ വിച്ച് വി ആർ നോട്ട് ഏബിൾ ടു സീ ആർ കോൾഡ് ഒപേക്ക്. ഒരു ഒബ്ജക്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ അപ്പുറത്തേക്കുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതാണ് ഒപേക്ക് ഒബ്ജക്ട്സ്. വി ആർ നോട്ട് ഏബിൾ ടു സീ അതർ ഒബ്ജക്ട്സ് ആർ കോൾഡ്, നമുക്ക് ആ ഒബ്ജക്ട്സിൻ്റെ ഉള്ളിൽ കൂടി കാണാൻ പറ്റില്ല. ആ ടൈപ്പ് ഒബ്ജക്ട്സിനെ എന്ത് വിളിക്കുന്നത്, നമുക്ക് ഒപേക്ക് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്, വുഡ്, അയൺ, ഗോൾഡ്. ഇപ്പം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് എന്താണ്, ഒരു മരക്കഷ്ണം വെച്ച് നമുക്ക് ആ മരക്കഷ്ണത്തിൻ്റെ ഉള്ളിൽ കൂടി കാണാൻ പറ്റുമോ, അപ്പുറത്തുള്ളത് വല്ലതും ഇല്ല. അതാണ് ആ ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സിനെ നമ്മൾ ഒപേക്ക് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ്, ട്രാൻസ്ലൂസൻ മെറ്റീരിയൽസ് ത്രൂ വിച്ച് തിങ്സ് ആർ പാർഷ്യലി വിസിബിൾ ആർ കോൾഡ് ട്രാൻസ്ലൂസൻ. പാർഷ്യലി വിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നിഴൽ പോലെ ഇച്ചിരി നമുക്ക് കാണാൻ പറ്റും, കംപ്ലീറ്റ് ആയിട്ട് കാണില്ല, ഒരു ഷേപ്പും സ്ട്രക്ചറും ഒക്കെ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ ക്ലിയർഡ് അല്ല ഒബ്ജക്റ്റ്. അതാണ് ട്രാൻസ്ലൂസൻ. എക്സാമ്പിൾ നോക്കിയേ, ബട്ടർ പേപ്പർ, ഓൾഡ് ഗ്ലാസ് ഡോർ. ഒരു ബട്ടർ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, അപ്പുറത്തേക്കുള്ളത് എന്താ, ബ്ലർഡ് ആയിട്ടാണ് നിൽക്കുള്ളൂ, ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ ഓൾഡ് ഗ്ലാസ് ഡോർ. നെക്സ്റ്റ്, ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ് ത്രൂ വിച്ച് വി ക്യാൻ സീ ആർ കോൾഡ് ട്രാൻസ്പെറൻറ്റ്. നമുക്ക് ഉള്ളിൽ കൂടി കാണാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ കൂടി കാണാൻ പറ്റുകയാണെങ്കിൽ എന്ത് വിളിക്കും, ആ ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സിനെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഗ്ലാസ്, വാട്ടർ, എയർ, ടെസ്റ്റ് ട്യൂബ്. ഗ്ലാസ്, ഒരു ഗ്ലാസ് വിൻഡോ ആണെങ്കിൽ നമുക്ക് എന്താ, അതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് നമുക്ക് വിസിബിളാണ്. അതേപോലെ വാട്ടർ, പ്യുവർ വാട്ടർ ആണെങ്കിൽ നമുക്ക് വിസിബിളാണ് അതിൻ്റെ പുറത്തുള്ളത്. എയർ, നമ്മുടെ എപ്പോഴും ഉള്ള സംഭവമാണ് എയറിൽ കൂടിയുള്ള എയറിൻ്റെ ഒരു റെസിസ്റ്റൻസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്, പക്ഷേ ആ എയറിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് ഓരോ ഒബ്ജക്ട്സും കാണാൻ പറ്റുന്നുണ്ട്. ടെസ്റ്റ് ട്യൂബ്. Materials which have certain properties like luster, malleable, ductile and are sonorous, good conductors of heat and electricity are called metals. അപ്പോൾ മെറ്റൽസ് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ പറഞ്ഞിരിക്കുന്നത്, ലസ്ട്രസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദ പ്രോപ്പർട്ടി ഓഫ് ഷൈൻ ചെയ്യാനുള്ളൊരു കഴിവാണ്. ഇനി മാലിബിൾ എന്താണെന്ന് നോക്കിയേ. മാലിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഷീറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ റോൾ ചെയ്യാനും പറ്റും. അതാണ് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റൽ ബീങ് ബീറ്റൻ ഓൺ ഹാം ടു മേക്ക് എ ഷീറ്റ്. നമ്മൾ ഹാം ചെയ്ത് നമ്മളല്ലേ ചുറ്റി വെച്ച് അടിച്ചടിച്ചടിച്ച് ഒരു ഷീറ്റ് ആക്കാൻ കഴിയുമ്പോഴാണ് ആ ഒബ്ജക്റ്റിന് നമുക്ക് മാലിബിൾ പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റും. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, തിന്നായിട്ടുള്ള വയേഴ്സ് ആക്കി മാറ്റാനുള്ള സൊണോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൗണ്ട്. നമ്മൾ അടിച്ച ഒച്ച കേൾക്കണം. ഇപ്പം നമ്മൾ ഒരു മെറ്റൽ പാത്രത്തിൻ്റെ പൊക്കത്തൊന്ന് അടിച്ചു നോക്കുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ടക്ക് എന്ന് പറഞ്ഞൊരു ഒച്ച കേൾക്കാൻ പറ്റും. അങ്ങനെ ടൈപ്പ് ഒബ്ജക്ട്സിന് ആ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ അതിനെ സൊണോറസ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, ഹീറ്റും ഇലക്ട്രിസിറ്റിയും ക്യാരി ചെയ്യണം അല്ലേ. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിനെ എന്ത് വിളിക്കാൻ പറ്റും, ഇറ്റ് ഈസ് എ മെറ്റൽ. കോമൺ പ്രോപ്പർട്ടീസ്, objects are made of different material. One can be used to make different objects. This is possible
because different types of material have different properties. We have choose material with the right properties on what we want to use it for. For example, a chalk made of wood or plastic would not be no use because it cannot be used to write on a blackboard. So നമ്മൾ ഒരു ഒബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലിന് ആ പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിരിക്കണം. അല്ലെങ്കിൽ ഇപ്പം എന്ത് പറ്റും, ആ പ്രോപ്പർട്ടീസ് നമ്മുടെ യൂസിനത് ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താണ്, നോക്കിയേ എക്സാമ്പിൾ നോക്കിയേ, എ ചോക്ക് മെയ്ഡ് ഓഫ് വുഡ്. ഇപ്പോൾ നമ്മൾ ചോക്ക് ഉണ്ടാക്കുകയാണ്, മരം അല്ലെങ്കിൽ എന്താണ് പ്ലാസ്റ്റിക് വെച്ചൊരു ചോക്ക് ഉണ്ടാക്കുകയാണ്. നമുക്കത് വെച്ച് എഴുതാൻ പറ്റുമോ? നോ, വി വോണ്ട് ബി ഏബിൾ ടു റൈറ്റ് വിത്ത് ദാറ്റ് ചോക്ക്. ബിക്കോസ് എന്താണ്, അതിന് ആ പ്രോപ്പർട്ടി ഇല്ല. വരക്കുമ്പോൾ ആ ഒരു പാട് കാണിക്കാനുള്ള ആ പ്രോപ്പർട്ടി ഇല്ല. എന്തിനു മാത്രമേ ഉള്ളത്? ഈ നോക്കാം. മെറ്റീരിയൽസ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ലൈക്ക് റഫ്നെസ്, lustrous, transparency, solubility, floating, attraction towards a metal, a magnet, conduction of heat and conduction of electricity. Let us study these properties one by one. അപ്പോൾ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. റഫ്നെസ്, luster, transparency, solubility, floating, attraction towards metal, attraction towards magnet, conduction of heat, conduction of electricity. 8 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ 8 പ്രോപ്പർട്ടീസ് നമ്മൾ ഇനി ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. Okay, first one, roughness. Materials can be rough or smooth. Rough have bumps and ridges on their surface, which can be felt by touching them. Smooth materials lack these bumps. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് ഒരു റഫ് സർഫസ് എന്നും എന്താണൊരു സ്മൂത്ത് സർഫസ് എന്നും. നമ്മൾ ഓൾറെഡി പറഞ്ഞു റഫ് സർഫസിൽ എന്തുണ്ടാവും, ബംസ് അല്ലെങ്കിൽ റിഡ്ജറ്റ്സ് ഉണ്ടാവും. ഓരോരോ വിള്ളലുകളും ഓരോ കുണ്ടും കുഴിയൊക്കെ പോലെ ഉണ്ടാവും. അതേപോലെ സ്മൂത്ത് സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല പ്ലെയിൻ സർഫസ് ആണ്. എന്ത്, സ്മൂത്ത് സർഫസ്. നമ്മൾ ഇനി എക്സാമ്പിൾസ് നോക്കാം. റഫ് മെറ്റീരിയൽസ് ആർ റോക്ക്, സാൻഡ് പേപ്പർ ആൻഡ് ബാർക്ക് ഓഫ് ട്രീസ്. അല്ലേ, ഒരു റോക്ക് കല്ല് അല്ലെങ്കിൽ സാൻഡ് പേപ്പർ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ ഉരക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പേപ്പേഴ്സാണ് സാൻഡ് പേപ്പേഴ്സ്. അത് നോക്കിയാൽ എന്താണ്, ഒട്ടും സുഖം ഉണ്ടാവില്ല. അതിൻ്റെ പൊക്കത്ത് കൂടി നമ്മളിങ്ങനെ കൈയൊന്ന് ഓടിച്ചാൽ ഭയങ്കര ഫ്രിക്ഷണൽ സർഫസ് ആണത്. ഇനി ബാർക്ക് ഓഫ് ട്രീ എന്താണ്, മരക്കഷ്ണം, മരത്തിൻ്റെ പൊക്കത്ത് കൂടി കൈ ഓടിച്ച് എന്താണ് ഭയങ്കര സ്മൂത്ത്നെസ് ഒന്നും ഉണ്ടാവില്ല. അവിടെ എവിടെയും പൊങ്ങിയും താഴ്ന്നു നോക്കിയായിരിക്കും ഇരിക്കുന്നത്. ഇനി എ ഗ്ലാസ് ഷീറ്റ്, എ ഫ്ലവർ പെറ്റൽ, സർഫസ് ഓഫ് ആപ്പിൾ ആൻഡ് സം എക്സാമ്പിൾസ് ഓഫ് സ്മൂത്ത് സർഫസ്. ഒരു ഗ്ലാസിൻ്റെ ഷീറ്റിൻ്റെ പൊക്കത്ത് കൂടി സ്മൂത്ത് ആയിരിക്കും. അതേപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് നല്ല സോഫ്റ്റാണ്, നല്ല സ്മൂത്ത് സർഫസ് ആണ്. അതേപോലെ എന്താണ്, സർഫസ് ഓഫ് ആപ്പിൾ, ഓരോ ഫ്രൂട്ട്സ് ആപ്പിളിൻ്റെ സർഫസ് എന്താ ഭയങ്കര പോളിഷ്ഡ്. അതേപോലെ നല്ല കാണുമ്പോൾ തന്നെ എന്താണ് നമ്മൾ പറയില്ലേ ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് നല്ല സ്മൂത്ത് സർഫസ് ആയിരിക്കും എന്ത്, ആപ്പിളിൻ്റെ സർഫസ്. നെക്സ്റ്റ് ലസ്റ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലസ്റ്റർ ഈസ് ദ ഷൈനിങ് ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ ഷൈനിങ് പ്രോപ്പർട്ടിയാണ് എന്ത്, ലസ്റ്റർ. All metals in pure states are shiny and said to possess luster. ഒരു മെറ്റൽ അതിൻ്റെ പ്യുവർ സ്റ്റേറ്റ് ആണ്, അതിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ല, പ്യുവർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റിലാണെങ്കിൽ എന്ത് വിളിക്കാൻ പറ്റും, അതിന് നല്ല ഷൈനിങ് ഉണ്ടാവും. പ്യുവർ സ്റ്റേറ്റിലുള്ള ഒബ്ജക്ട്സിന് എന്ത് വിളിക്കാൻ പറ്റും, ഷൈനിങ് ഉണ്ടാവും. എക്സാമ്പിൾ നോക്കിയേ, സിൽവർ ജ്വല്ലറീസ്. നമ്മൾ കുറേ ആദ്യം വാങ്ങിക്കുമ്പോൾ ഇതായിരിക്കും നല്ല തിളക്കമായിരിക്കും, നല്ല ഷൈനിങ് ആയിരിക്കും, നല്ല ലസ്ട്രസ് ആയിരിക്കും. പക്ഷേ കുറേ കഴിയുമ്പോൾ എന്ത് വിളിക്കും, അതിനൊരു ബ്ലാക്കിഷ് കളർ, ഒരു ഓക്സൈഡ് ഫോം ചെയ്യണ കാണാൻ പറ്റും. അപ്പോൾ എന്ത് പറ്റും, അതിൻ്റെ ആ ഷൈനിങ്നെസ് കുറഞ്ഞു വരും. അപ്പം നമുക്ക് മനസ്സിലാവും അതിൻ്റെ പൊക്കത്ത് എന്ത് പറ്റിയിട്ടുണ്ട്, ഇംപ്യൂർ. മെറ്റൽ ഫുള്ളായിട്ട് പ്യൂർ അല്ല, അതിൻ്റെ പൊക്കത്ത് ഇംപ്യൂരിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. ഇംപ്യൂരിറ്റി അറ്റ്മോസ്ഫിയറിൽ നിന്ന് അറ്റാച്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് മെത്തേഡ്സ് ഉപയോഗിച്ച് അതിനെ വീണ്ടും പോളിഷ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ദിസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് വൈഡ്ലി യൂസ് ഫോർ മേക്കിംഗ് ജ്വല്ലറീസ് ആൻഡ് അതർ ഡെക്കറേറ്റീവ് ആർട്ടിക്കിൾ. ഈ ലസ്ട്രസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മെയിൻലി ജ്വല്ലറി മേക്കിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പം നമ്മുടെ എന്താണ് മെയിൻലി എവിടെയാണ്, ജ്വല്ലറി. കാരണം സിൽവർ ആൻഡ് ഗോൾഡ് ജ്വല്ലറീസ് മേക്ക് ചെയ്യുമ്പോൾ എന്താണ് അതിൽ നല്ല തിളക്കമുള്ള നല്ല തിളക്കം ഉണ്ടാവും. അതേപോലെ പല ഡെക്കറേറ്റീവ് ഐറ്റംസ് അതിനു വേണ്ടിയൊക്കെ യൂസ് ചെയ്യും. വിളക്കുകൾ അതൊക്കെ കണ്ടിട്ടില്ലേ, വിളക്കുകളിലൊക്കെ നല്ല തെളിച്ചമുണ്ടാവും. മെറ്റീരിയൽസ് ലൈക്ക് ഗോൾഡ്, സിൽവർ ആൻഡ് ബ്രോൺസ് ഹാവ് ലസ്റ്റർ. ഈ 3 ടൈപ്പ് ഓഫ് ഇതിനാണ് ലസ്റ്റർ. ട്രാൻസ്പെറൻസി ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് നമ്മൾ. ട്രാൻസ്പെറൻസി, ഡിഫറെൻറ്റ് മെറ്റീരിയൽ അലൗ ഡിഫറെൻറ്റ് എമൗണ്ട് ഓഫ് ലൈറ്റ് ടു പാസ്.
through them depending on the property called transparency. എത്രമാത്രം ലൈറ്റിനെ കടത്തി വിടാൻ പറ്റും ഒരു ഒബ്ജക്റ്റിൽ കൂടി അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു. ട്രാൻസ്പെറൻറ്റ്, ട്രാൻസ്ലൂസൻറ്റ് ആൻഡ് ഒപ്പേക്ക്. സോ എന്തുമാത്രം ലൈറ്റിനെ കടത്തി വിടാൻ പറ്റും ആ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ആൻഡ് 3 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ: ട്രാൻസ്പെറൻറ്റ്, ട്രാൻസ്ലൂസൻറ്റ് ആൻഡ് ഒപ്പേക്ക്. As to them are called transparent materials. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രാൻസ്പെറൻറ്റ് എന്താണ്, ലൈറ്റിനെ പാസ് ചെയ്യാൻ കഴിവുള്ളവരെ നമ്മൾ എന്ത് പറ്റും, ട്രാൻസ്പെറൻറ്റ്. എക്സാമ്പിൾ എന്താണ്, ഗ്ലാസ്, വാട്ടർ, ആക്രിലിക് ഷീറ്റ് ആൻഡ് സെലോഫോൺ പേപ്പർ ആർ ട്രാൻസ്പെറൻറ്റ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ അതിൻ്റെ ഒരു ഡെയിലി ലൈഫ് സിറ്റുവേഷൻ നോക്കി. ഷോപ്പ് കീപ്പേഴ്സ് ജനറലി പ്രിഫർ ടു കീപ് ഐറ്റംസ് ലൈക്ക് ടോഫി, ബിസ്ക്കറ്റ്, സ്വീറ്റ്സ് എക്സെട്ര ഇൻ എ ട്രാൻസ്പെറൻറ്റ് സോ ദാറ്റ് വി ക്യാൻ സീ ദം ഈസിലി. അതെ, നമ്മളിപ്പോൾ ഷോപ്പിൽ പോകണമെങ്കിൽ ചിലപ്പോൾ ചില വലിയ പാത്രങ്ങളിൽ എന്തിട്ട് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതെന്താണ്, നമുക്ക് കാണാൻ പറ്റുന്നത്. ലൈറ്റിനെ പാസ് ചെയ്യുന്ന ചില്ലിൻ്റെ ജാറുകളിലായിരിക്കും മെയിനായിട്ട് അത് സ്റ്റോർ ചെയ്യാറ്. കാരണം എന്താണ്, നമുക്ക് ബയേഴ്സിനെ പെട്ടെന്ന് കാണണം. ബിക്കോസ് ആ ഗ്ലാസ് എന്താണ്, അതൊക്കെ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, വിൻഡോസ് ആർ ഓൾസോ യൂഷ്വലി മെയ്ഡ്സ് ഓഫ് ഗ്ലാസ് സോ ദാറ്റ് ദ ലൈറ്റ് പാസ് ത്രൂ ദം ആൻഡ് ലൈറ്റ് അവർ റൂംസ്. മെയിൻലി ഗ്ലാസ്സൊക്കെ നമ്മൾ വിൻഡോസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ മെറ്റീരിയലാണ് ഗ്ലാസ്. കാരണം എന്താണ്, നല്ല ലൈറ്റ് റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യും ഗ്ലാസ് വെച്ചായിരിക്കും നമ്മൾ മിക്ക വിൻഡോസും പണിയാറ്, ഗ്ലാസ് വിൻഡോസ്. Materials that allow some light to pass through them are called translucent material. ഇച്ചിരി ലൈറ്റിനെ മാത്രം പാസ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്ട്സിനെ എന്ത് വിളിക്കാൻ പറ്റും, ട്രാൻസ്ലൂസൻ്റ് എന്ന് വിളിക്കാൻ പറ്റും. എക്സാമ്പിൾ എന്താ നോക്ക്, എന്താണ് നമുക്ക് ബ്ലറി ആയിട്ട് കാണാൻ സാധിക്കുള്ളൂ. ഓയിൽ പേപ്പർ, കളേർഡ് ജാർ എക്സാമ്പിളാണ്. ബ്ലറി അല്ലെങ്കിൽ കുറച്ച് ലൈറ്റിനെ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പുറത്തുള്ള ഇമേജ് ഒട്ടും ക്ലിയർ അല്ലായിരിക്കും, ഒരു ബ്ലറി ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ഒബേക്ക് മെറ്റീരിയൽസ്. ഒബേക്ക് എന്താണ്, മെറ്റീരിയൽ വിച്ച് ഡു നോട്ട് അലോ ലൈറ്റ് ടു പാസ് ത്രൂ ദം ആർ കോൾഡ് ഒബേക്ക്. ഒട്ടും ലൈറ്റിനെ കടത്തി വിടാത്ത ഒബ്ജക്ട്സിനെ എന്ത് വിളിക്കും, ഒബേക്ക് എന്ന് വിളിക്കാൻ പറ്റും. വുഡ്, മെറ്റൽ, ലീഫ്, സ്റ്റോൺ, കാർഡ്ബോർഡ് എക്സെട്ര ആർ ഒബേക്ക്. ഓൾറെഡി ചിലപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്താണ്, എല്ലാ ഒബ്ജക്റ്റും മാറ്റർ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇനി മാറ്റർ 3 സ്റ്റേറ്റ്സിലുണ്ട്. ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ്? മാറ്റർ 3 സ്റ്റേറ്റ്സിലുണ്ട്. ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ് ഉണ്ട്. സോളിഡ് എന്താണ്, ബുക്സ് അല്ലെങ്കിൽ ബോക്സസ്, ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ഹാർഡർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് എന്താണ്, സോളിഡ്. ലിക്വിഡ് എന്താണ്, ഫ്ലോ ചെയ്യുന്ന ഒബ്ജക്ട്സിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും, ലിക്വിഡ്സ് എന്ന് വിളിക്കും. ഒഴുകാൻ ക്യാപ്പബിലിറ്റി കിട്ടുക, ഫ്ലൂയിഡിറ്റി പ്രോപ്പർട്ടി ഉള്ള ഒബ്ജക്ട്സിനെ നമ്മൾ എന്ത് വിളിക്കും, ലിക്വിഡ്. അതേപോലെ തന്നെ റാൻഡം മോഷനിലുള്ള ഒബ്ജക്ട്സ്, അതായത് ഗ്യാസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു സോളിബിലിറ്റി. ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഹാവ് ഡിഫറെൻറ്റ് സോളിബിലിറ്റി ഇൻ വാട്ടർ. എങ്ങനെയാണ് നമ്മൾ സോളിബിലിറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? ചിലപ്പോൾ സോളിബിൾ, ഇൻസോളിബിൾ, മിസിബിൾ ഓർ ഇമിസിബിൾ. സോളിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടറിൽ മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ സോളിബിൾ എന്ന് വിളിക്കും, സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. മിക്സ് ചെയ്യാണ്ട് അതേപോലെ തന്നെ കിടക്കുന്നതിനെ എന്ത് വിളിക്കും, ഇൻസോളിബിൾ എന്ന് വിളിക്കും. ഇപ്പോൾ ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് വാട്ടറിൽ മിക്സ് ആവുകയാണെങ്കിൽ എന്ത് വിളിക്കും, മിസിബിൾ ലിക്വിഡ്സ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ ലിക്വിഡ് മിക്സ് ആവാണ്ട് പൊങ്ങിയും താഴ്ന്നും കിടക്കുന്നതിന് എന്ത് വിളിക്കും, ഇമ്മിസിബിൾ എന്ന് വിളിക്കും. നോക്കാം സോളിബിളിൻ്റെ എന്താണ്, സോളിബിളിൻ്റെ എക്സാമ്പിൾസ് ആണ് കോമൺ സോൾട്ട്, ഷുഗറും സോൾട്ടൊക്കെ നമ്മൾ എപ്പോഴും മിക്സ് ചെയ്യാനല്ലേ, അതാണ് സോളിബിളിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ള. ഇനി ഇൻസോളിബിളിൻ്റെ എക്സാമ്പിൾസ് നോക്കിയേ, സാൻഡ്, വുഡ്, സ്റ്റോൺ, ചോക്ക് പൗഡർ, വാക്സ്, ഇതൊന്നും മിക്സ് ആവില്ല. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഇൻസോളിബിൾ സബ്സ്റ്റൻസ് എന്ന് വിളിക്കും. ലിക്വിഡ്സ് നോക്കിയേ, ഏതൊക്കെയാണ് വാട്ടറിൽ മിക്സ് ആവുന്നത് നോക്കിയേ, ആൽക്കഹോൾ, വിനീഗർ, ലൈം ജ്യൂസ്, ഹണി, ഗ്ലിസറിൻ. ഇതൊക്കെ എന്താണ്, മിക്സ് ആവും. പൊങ്ങിയും താഴ്ന്നൊന്നും രണ്ട് ലിക്വിഡായിട്ട് കിടക്കില്ല, ഒറ്റ ലിക്വിഡായിട്ട് മിക്സായി കിടക്കുള്ളൂ. ഇമ്മിസിബിൾ നോക്കിയേ, കെറോസിൻ, കോക്കനട്ട് ഓയിൽ, ഡീസൽ. ഓയിലുകൾ, കെറോസിൻ, ഡീസൽ ഇതൊക്കെ എന്താണ്, 2 ലെയറായിട്ടാണ് എപ്പോഴും കിടക്കുന്നത്. ചിലപ്പോൾ ഫ്ലോട്ട് ചെയ്യും, ചിലത് എന്ത് ചെയ്യും, സിങ്ക് ചെയ്യും. ഓക്കെ, സർട്ടൻ മെറ്റീരിയൽ ഫ്ലോട്ട് ഓൺ വാട്ടർ whereas certain sink. This property of material to float on water is called flotation. ഒരു മെറ്റീരിയലിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ ഉള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്ത് വിളിക്കും നമ്മൾ, അതിനൊരു പ്രോപ്പർട്ടി എന്താണ്, ഫ്ലോട്ടേഷൻ. ജനറലി മെറ്റീരിയൽസ് ലൈക്ക് വുഡ്, ലീഫ്, ഫെദർ ഫ്ലോട്ട് ഓൺ വാട്ടർ. ഫെദറുകൾ, തൂവലുകൾ, അതേപോലെ ലീഫ്, വുഡ് ഇതൊക്കെ എന്ത് പറ്റും, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. റോക്ക്, മെറ്റലൊക്കെ എന്ത് പറ്റും, വെള്ളത്തിൽ. നെക്സ്റ്റ്, അട്രാക്ഷൻ ടുവേർഡ്സ് എ മാഗ്നറ്റ്. ചില ഒബ്ജക്ട്സ് എന്താണ്, മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവന്ന് വെച്ച് എന്ത് പറ്റും, അതിനോട്
ഒട്ടിപ്പിടിച്ച് അറ്റാച്ച് ആവും. മെറ്റീരിയൽസ് ദാറ്റ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റ് ആർ കോൾഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിനോട് അട്രാക്റ്റ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള മെറ്റീരിയൽസിന് എന്ത് വിളിക്കും നമ്മൾ? മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കും. ഈ പ്രോപ്പർട്ടി എന്താണ്? ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു പ്രോപ്പർട്ടി ഉള്ള ഒബ്ജക്ട്സിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്താണ്? മാഗ്നറ്റിസം. മാഗ്നറ്റിക് മെറ്റീരിയലിനുള്ള പ്രോപ്പർട്ടിയാണെന്ത്? മാഗ്നറ്റിസം. ഒബ്ജക്ട്സ് മെയ്ഡ് ഓഫ് അയേൺ ആർ അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ്. എന്താണ്? അയൺ ഒബ്ജക്ട്സ് ഒക്കെ എപ്പോഴും എന്താണ്? മാഗ്നറ്റിൻ്റെ ആയിട്ട് അട്രാക്റ്റ് ആവും. ഇൻ അഡീഷൻ ടു അയേൺ, നിക്കൽ, കൊബാൾട്ട് ഓൾസോ അട്രാക്ട്. എക്സാമ്പിൾസ് ആണ് അയേൺ, നിക്കൽ, കൊബാൾട്ട് ഒക്കെ. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് എടുത്ത് മാഗ്നറ്റിൻ്റെ അടുത്ത് വെച്ചാൽ അട്രാക്റ്റ് ആവോ? ഇല്ല. മെറ്റീരിയൽസ് ദാറ്റ് അലോ ഹീറ്റ് ടു ഫ്ലോ ത്രൂ ദം ആർ കോൾഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. ഹീറ്റിനെ ഒരു ഒബ്ജക്റ്റിൽ കൂടി കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ഒബ്ജക്റ്റ് ഒരു ഹീറ്റിൻ്റെ കണ്ടക്ടറാണ്. കാരണം എന്താണെന്ന് നോക്കിയേ, നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന വെസൽസ് എന്താണ്? തൊട്ട് നോക്കി എന്തായിരിക്കും? ചൂടത്തിരിക്കുകയാണെങ്കിൽ, നല്ല ഗ്യാസിൻ്റെ അടിയിൽ ഇരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും? നല്ല ചൂടായിരിക്കും. കാരണം എന്താണ്? അതിൽ ഹീറ്റ് കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഹാൻഡിലുകൾ, അതിൻ്റെ പിടികളിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ്, ഒന്നല്ലെങ്കിൽ ബേക്കലൈറ്റോ മെലാമിനോ യൂസ് ചെയ്തൊരു കോട്ടിങ് കൊടുക്കും. കാരണം നമ്മൾ പിടിക്കുന്ന സ്ഥലം ചിലപ്പോൾ ആക്ച്വലി ചൂടായിരിക്കും. അപ്പോൾ ആ ചൂടിനെ കടത്തി വിടാണ്ടിരിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആ വെസൽസിൻ്റെ അറ്റത്ത് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എന്താണ്? ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നവരെ എന്ത് വിളിക്കും? അല്ലെങ്കിൽ ഹീറ്റിനെ കടത്തി വിടുന്നവരെ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. ദ മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് അലൗ ഹീറ്റ് ടു ഫ്ലോ ത്രൂ ദം ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. ഹീറ്റിനെ കടത്തി പാസ് ചെയ്യാത്തവരെ എന്ത് വിളിക്കും? ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കും. ഏതൊക്കെയാണ് കണ്ടക്ടേഴ്സ് നോക്കിയേ? മെറ്റൽസ് ആണ് മിക്കവാറും കണ്ടക്ടേഴ്സ്. നോൺ കണ്ടക്ടേഴ്സ് ആണ് ജനറലി. മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്. മെറ്റൽസ് ആണ് എപ്പോഴും എന്ത്? കണ്ടക്ടേഴ്സ് ആവാറ്. അതേപോലെ നോൺ മെറ്റൽസ് ലൈക്ക് വുഡ്, പ്ലാസ്റ്റിക്, ഗ്രാസ്, ബാമ്പു, പേപ്പർ ഒന്നും എന്താണ്? പേപ്പറൊക്കെ ഇൻസുലേറ്റേഴ്സാണ്. അപ്പോൾ കണ്ടക്ട് ചെയ്യുന്നവരെ ഹീറ്റിനെ പാസ് ചെയ്യുന്നവരെ കണ്ടക്ടേഴ്സ് എന്നും അതേപോലെ ഹീറ്റിനെ കടത്തി വിടാത്തവരെ ഇൻസുലേറ്റേഴ്സ് എന്നും വിളിക്കും. നമ്മൾ നോക്കിയേ, നമ്മുടെ വീട്ടിലേക്കുള്ള കേബിൾ കണക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് യൂസ് ചെയ്യുന്ന വയേഴ്സ് എല്ലാത്തിനും പുറത്ത് എന്തുണ്ടാവും? ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടാവും, ഒരു പ്ലാസ്റ്റിക് കവറിങ് ഉണ്ടാവും. കാരണം അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? വയേഴ്സാണ്. മെറ്റാലിക് വയേഴ്സ്, ഒന്നല്ലെങ്കിൽ കോപ്പർ വയേഴ്സാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യാറ്. ഇലക്ട്രിസിറ്റി നന്നായിട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് എന്ത്? കോപ്പർ. We get electricity in our homes through cables and wires. An electric cable contains number of metallic wire with or without a plastic covering. ചിലപ്പോൾ പ്ലാസ്റ്റിക് കവറിങ് ഉള്ളതുണ്ടാവും, ചിലപ്പോൾ പ്ലാസ്റ്റിക് കവറിങ് ഇല്ലാത്തതുണ്ടാവും. പക്ഷേ എന്താണ്? നമ്പർ ഓഫ് കുറച്ച് മെറ്റാലിക് വയേഴ്സ് ചേർന്നാണ് എന്തുണ്ടാവുന്നത്? ഒരു ഇലക്ട്രിക് കേബിൾ തന്നെ ഉണ്ടാവുന്നത്. സോ ദ മെറ്റൽ വയേഴ്സ് കണ്ടക്ട് ഓർ ട്രാൻസ്മിറ്റ് ഇലക്ട്രിസിറ്റി whereas the plastic covering do not. മെറ്റൽസ് എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യും. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ഒരു വസ്തുവിനെ നമ്മൾ തൊട്ട് എന്ത് പറ്റും? നമുക്ക് ഷോക്ക് അടിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഷോക്ക് അടിക്കാനിരിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഈ ഓരോ ഒബ്ജക്ട്സിൻ്റെയും പുറത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്? പ്ലാസ്റ്റിക് ഒന്നും ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യില്ല. പ്ലാസ്റ്റിക്കിന് തൊട്ടാൽ നമുക്ക് എന്ത് പറ്റില്ല? നമുക്ക് എർത്തന്ന്. സോ ഇങ്ങനെ ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ എന്ത് വിളിക്കും? കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. അതേപോലെ മെറ്റീരിയൽസ് ദാറ്റ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. കടത്തിവിടാത്തവരെ ഇൻസുലേറ്റേഴ്സ് എന്നും വിളിക്കും. മെറ്റൽസ് ആർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വുഡ്, എയർ, പ്ലാസ്റ്റിക്സ് ആർ ഇൻസുലേറ്റർ. മെറ്റൽസ് എന്താണ്? ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടേഴ്സാണ്. അതേപോലെ വുഡ്, എയർ, പ്ലാസ്റ്റിക് ഇതൊക്കെ എന്താണ്? ഇൻസുലേറ്റേഴ്സാണ്.